പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശില്ലാതെ കിരീടമില്ല. യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമെന്നും ആ സഹനങ്ങളെ സന്തോഷത്തോടെ പരാതി കൂടാതെ ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോകണമെന്നുമാണ് യേശു നമ്മോട് പറയുന്നത്. നാം സഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവരല്ല, എങ്കിലും നാം ഇഷ്ടപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നിരവധിയായ സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രോഗങ്ങളായും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളായും മക്കളുടെ പ്രശ്നങ്ങളായും ജോലിയില്ലാത്ത അവസ്ഥയായും അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലും നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നാം പതറിപ്പോവുക സ്വാഭാവികമാണ്, പരാതിപ്പെടാറുമുണ്ട്. എന്നാൽ യേശു പറയുന്നത് ഈ സഹനങ്ങളിലൂടെ വേണം നാം കടന്നു പോകേണ്ടതെന്ന്. ആ സഹനങ്ങളെ പരാതി കൂടാതെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് അത് കൃപകളായി മാറുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:28 യേശു പറയുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. യേശുവിൻ്റെ വാഗ്ദാനമാണത്. നാം പലപ്പോഴും യേശുവിൻ്റെ കുരിശിൻ്റെ പ്രതീകമായി മരക്കുരിശും സ്വന്തം തോളിലേറ്റി പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ യേശു തരുന്ന സഹനങ്ങളാകുന്ന കുരിശുങ്ങളെ ഏറ്റെടുക്കാനായിട്ട് നാം തയ്യാറല്ല എന്നതാണ് സത്യം. നമുക്ക് സഹിക്കുവാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കുരിശുകളും മാത്രമേ ദൈവം അനുവദിക്കുകയുള്ളൂ. ദൈവം അതോടൊപ്പം തന്നെ സഹിക്കുവാനുള്ള ശക്തിയും നമുക്ക് നൽകുന്നുണ്ട്. നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ആ ശക്തി നമുക്ക് കിട്ടുന്നത്. ഓരോ സഹനത്തിന് പിന്നിലും ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അത് നമ്മുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. റോമ 8:18 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ സഹനങ്ങൾക്ക് വലിയ വിലയാണ് ഉള്ളത്. ആ സഹനങ്ങളെ നമുക്ക് വലിയ കൃപകളാക്കി മാറ്റാൻ, അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. നമ്മുടെ സഹനങ്ങളെ യേശുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും നമ്മുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിനായും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നവരുടെ മോചനത്തിനായും നാം രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടിയുമെല്ലാം നാം കാഴ്ചവെക്കുമ്പോൾ അതെല്ലാം വലിയ കൃപകളായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവപ്പെടും. യേശുവിൻ്റെ സഹനത്തിൻ്റെ പിന്നിലും പിതാവായ ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ് യേശുവിന് സഹിക്കേണ്ടി വന്നത്. യേശു സ്വയം ബലിവസ്തുവായി മാറി കുരിശുമരണം വരെ അനുസരണ ഉള്ളവനായി തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം യേശുവിനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് രാജാതിരാജനായി യേശുനാഥൻ വസിക്കുകയാണ്. നമ്മുടെ സഹനങ്ങൾ പരാതി കൂടാതെ നാം ഏറ്റെടുക്കുമ്പോൾ സ്വർഗത്തിൽ ത്രിയേക ദൈവത്തോടൊപ്പം ആയിരിക്കുവാനായിട്ട് നമ്മെയും ദൈവം ഉയർത്തും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.